പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി വീണ്ടും ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു പ്രഭാതം കൂടെയാണ് ദൈവം നമുക്ക് തന്നത്. കഴിഞ്ഞ രാത്രിയിൽ പല ആപത്തുകൾ നമുക്ക് സംഭവിക്കാമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വിരിക്കപ്പെട്ട ചിറകിൻ്റെ അടിയിൽ നമ്മയൊക്കെ സംരക്ഷിച്ചു, ശാന്തമായ ഉറക്കം നൽകി. പ്രഭാതത്തിൽ ഉണർന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും ഈ വചനം നമുക്ക് ധ്യാനിപ്പാനും ദൈവം ഒരുക്കിയ അവസരത്തിനായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എനിക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് എന്നെ കാണുവാനും ദൈവം തന്ന അവസരം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വചനാഭാഗം ഞാൻ വായിക്കട്ടെ. സഭാപ്രസംഗയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. സഭാപ്രസംഗയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ എഴുതപ്പെട്ടതായ സദൃശ്യവാക്യം സഭാപ്രസംഗി പുസ്തകങ്ങളിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ് ഞാനിവിടെ വായിച്ചു കേട്ടത്. ശലോമോൻ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരും. ദൈവത്തിന് സ്തോത്രം. മാനുഷിക ഭയത്തേക്കാൾ അധികമായി ദൈവഭയമുള്ള ദൈവവൈതന് ലഭിക്കുന്നത് നന്മയാണ്. സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഒരു ദൈവഭയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഭയക്കുക. ദൈവത്തെ ഭയക്കുന്നവന് മ്ലേച്ഛത ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തെ ഭയക്കുന്നവന് ദുർമാർഗത്തിൽ ജീവിപ്പാൻ കഴിയത്തില്ല. ദൈവത്തെ ഭയക്കുന്നവന് ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസവും, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവികമായ സ്നേഹത്തിന്റെ വലയത്തിലാണ് അവൻ എന്നുമുള്ള ഓർമ്മ എപ്പോഴും നമ്മെ ഓരോരുത്തരെയും ഭരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തെ ഭയമുള്ളവന് ദൈവത്തോട് ഭക്തി ഉണ്ടാകും. ആ ഭക്തി ഉണ്ടാകുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് നന്മയാണ് ദൈവം സഹായി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലം നമ്മെ പിന്തുടരും. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകാതെ വീണു പോകാതെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവഭയത്തിലെ നീ ദൈവഭയമുള്ള വൈതലായി ജീവിക്കുക. ലോകത്തെ ഭയപ്പെട്ടത് കൊണ്ടോ ലോകത്തിന്റെ മ്ലേച്ഛതയിൽ ജീവിച്ചത് കൊണ്ടോ നമുക്ക് ഒരു നന്മയും പ്രാപിപ്പാൻ കഴിയുകയില്ല. അതേ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്റെ കൈകളുടെ അധ്വാനത്തിന്റെ ഫലം നീ തിന്നും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ നന്മ നമ്മൾക്ക് പ്രാപിക്കണമെങ്കിൽ, നമ്മൾ അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള ഭയം ഉണ്ടാകണം, ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഓരോ ദൈവമക്കളും അറിയണം. ഇതുവർക്കാലം വചനം കേൾക്കുന്ന ഓരോരുത്തരും അറിയേണ്ട ഒരു വിഷയം അതാ. ദൈവത്തെ ഭയപ്പെട്ടാൽ നമുക്ക് നന്മ കിട്ടും. സ്തോത്രം. ഇന്ന് നന്മയ്ക്ക് വേണ്ടി ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ചില നന്മ കിട്ടാൻ വേണ്ടി. അത് പല നന്മകളാ. ശാരീരിക നന്മ, സാമ്പത്തിക നന്മ, മാനസിക നന്മ, സ്ഥാനമാനങ്ങളാകുന്ന നന്മ. ഇതിനു വേണ്ടിയൊക്കെ ജനം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ അത് കിട്ടാനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തെ ഭയപ്പെടുക. സ്തോത്രം. ദൈവമാരാണ്? സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് വിശ്വാസം അർപ്പിക്കുക. ഈ ദൈവത്തോട് കരയുക, ദൈവത്തോട് നിലവിളിക്കുക. നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ ഇല്ലായ്മകൾ മാറും, നിന്റെ ശൂന്യതകൾ മാറും. അതിനകത്ത് പരിവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഭക്തിയും ഭയവും ഉണ്ടാക്കുമ്പോൾ നീ അറിയാത്ത ചില നന്മകൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിനകത്തേക്കും ദൈവം പകർന്നു നൽകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തോട് മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവവേദനയെ മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ നന്മ പ്രാപിപ്പാൻ ദൈവഭയം ഉണ്ടാകട്ടെ. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാതെ ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ദൈവത്തെ ഭയം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു ഭയം, ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയം ഉണ്ടായാൽ നന്മ നിങ്ങൾക്ക് കിട്ടും. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെങ്കിൽ നിങ്ങൾ ഈ വചനം, ഈ പ്രസംഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളിത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.